ചൈനയിൽ കണ്ടെത്തിയ വൻതോതിലുള്ള സ്വർണ്ണ നിക്ഷേപം കഴിഞ്ഞ കുറേ നാളുകളായി ആഗോള ചർച്ചാവിഷയങ്ങളിലൊന്നാണല്ലോ. ഈ ഒരു കണ്ടെത്തൽ ആഗോള വിപണിയിലും ലോക സാമ്പത്തിക രംഗത്തും എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നതും അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും പറയുന്നു ന്യൂസ് ഇൻ ലൈംലൈറ്റിൻ്റെ ആദ്യ ഭാഗം. നവംബർ 21-ന് ചൈന നടത്തിയ ഒരു പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിച്ചു. ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം ചൈനയിൽ കണ്ടെത്തി എന്നതായിരുന്നു അത്. വടക്ക് കിഴക്കൻ ചൈനയുടെ ഭാഗമായ ഹുനാൻ പ്രവിശ്യയിലെ പിങ്ജിയാങ് എന്ന സ്ഥലത്ത് വാങ്കു സ്വർണ്ണഖനിയോട് ചേർന്നാണ് ഈ വൻ നിക്ഷേപം. ഏതാണ്ട് 1000 മെട്രിക് ടൺ സ്വർണ്ണ അയിരാണ് കണ്ടെത്തിയത്. മൂല്യം കണക്കാക്കിയാൽ ഏകദേശം 7 ലക്ഷം കോടി ഇന്ത്യൻ രൂപ. ജിയോളജിസ്റ്റുകൾ പറയുന്ന പ്രകാരം 2 കിലോമീറ്ററോളം ആഴത്തിൽ 40 പാളികളായിട്ടാണ് ഈ ഒരു സ്വർണ്ണ അയിരിൻ്റെ നിക്ഷേപം. ഈ രംഗത്ത് ഏറ്റവും മുന്നിലുള്ള സൗത്ത് ആഫ്രിക്കയിലെ സൗത്ത് ഡീപ്പ് മൈൻ ഇനി 2ാം സ്ഥാനത്തേക്ക് മാറേണ്ടി വരുമെന്ന് തീർച്ചയാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങൾ റഷ്യ, ഓസ്ട്രേലിയ, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, കാനഡ, ചൈന ഇവയൊക്കെയാണ്. എന്നിരുന്നാലും ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡ് പ്രൊഡ്യൂസേഴ്സ് ചൈന തന്നെയാണ്. മറ്റു രാജ്യങ്ങളെക്കാൾ മികച്ച രീതിയിൽ സ്വർണ്ണ അയിരിനെ മൈൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് യൂസ്ഫുൾ ആക്കി എടുക്കാനുള്ള ചൈനയുടെ ടെക്നിക്കൽ മാൻപവർ റിസോഴ്സസ് തന്നെയാണ് കാരണം. നിലവിൽ ലോകത്തെ വൻ ശക്തികളിലൊന്നായ ചൈന ഈ ഒരു കണ്ടെത്തലോടെ തങ്ങളുടെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കാനും അവഗണിക്കപ്പെടാനാവാത്ത ശക്തിയായി മാറാനും സാധ്യതയുണ്ടെന്ന് നിസ്സംശയം പറയാം. അമേരിക്കയും ഇന്ത്യയും ചൈനയിലെ ഈ കണ്ടെത്തൽ എങ്ങനെ നോക്കിക്കാണുന്നു? ഡൊണാൾഡ് ട്രംപ് എന്നും ചൈനയുടെ കണ്ണിലെ കരടായിരുന്നു. ട്രംപിൻ്റെ വെട്ടൊന്ന് മുറി രണ്ട് എന്ന പോളിസി തന്നെയാണ് ഇതിന് കാരണം. ഇപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നത് ചൈന ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒന്നാണെങ്കിലും ഈ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കണ്ടെത്തൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ചൈനയ്ക്ക് സുപ്രധാന സ്ഥാനം നൽകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയാകട്ടെ ചൈനയുമായി നിലവിൽ വളരെ മികച്ച നയതന്ത്ര ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. ചൈന ബ്രഹ്മപുത്രയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഡാം ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കില്ല എന്ന് ചൈന ആണയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് ആശങ്കയില്ലാതില്ല. ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം കുറച്ച് വഷളായിരുന്നു. പ്രത്യക്ഷത്തിൽ ഇന്ത്യ ചൈന സൗഹൃദം അതിൻ്റെ പീക്ക് പോയിന്റിലാണെങ്കിലും ചൈനയുടെ പാകിസ്ഥാൻ ചയവ് ഇന്ത്യ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. ഇനി സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കണ്ടെത്തൽ ആഗോള വിപണിയിൽ എന്ത് ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും സ്വർണ്ണവിലയെ അതെങ്ങനെ സ്വാധീനിക്കുമെന്നും നോക്കാം. സ്വർണ്ണവിലയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. ജനങ്ങൾ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി സ്വർണത്തെ കാണുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. ചൈനയിലെ സ്വർണ്ണ നിക്ഷേപം പ്രോപ്പറായി മൈൻ ചെയ്തെടുത്താൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റേഷ്യോയിൽ വലിയ മാറ്റങ്ങൾ വരികയും ലോങ് ടേം വ്യൂവിൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ വാർത്ത പുറത്തു വന്നയുടൻ സ്വർണ്ണവില പെട്ടെന്ന് കുതിച്ചുയർന്നുവെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ഭാവിയിൽ ഇത് മാറി മറിയാൻ സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ. ന്യൂസ് ഇൻ ലൈംലൈറ്റിൻ്റെ മറ്റൊരു ഭാഗത്തിൽ കാണാം. താങ്ക്